മൈനാഗപ്പള്ളി അപകടത്തിൽ കാറിന്റെ ഇൻഷുറൻസ് പുതുക്കിയതിൽ പോലീസ് അന്വേഷണം. അപകട സമയത്ത് പ്രതികൾ സഞ്ചരിച്ച കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ. വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, ഏറ്റവും ഒടുവിലായി പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്ന കാര്യം എന്താണ്? വിനിഷ, ഒന്നാം പ്രതി അജ്മലിന്റെ സുഹൃത്തിന്റെ അമ്മയുടെ പേരിലുള്ളതാണ് ഈ കാറ്. കഴിഞ്ഞ വർഷം ഡിസംബർ 30-ന് അവസാനിച്ചതായിരുന്നു ഇതിന്റെ ഇൻഷുറൻസ്. കഴിഞ്ഞ ഞായർ വൈകിട്ട് അപകടമുണ്ടായതിന് പിന്നാലെ ഓൺലൈൻ വഴി, അതായത് 16-ാം തീയതിയാണ് കാറിന്റെ ഇൻഷുറൻസ് പുതുക്കിയത്. ഇൻഷുറൻസ് പുതുക്കിയതിലും വാഹന ഉടമ അജ്മലിന് വാഹനം കൈമാറിയതിലും ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അന്വേഷണം തുടരുകയാണ്. അജ്മലിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു. അതിന്റെ നോട്ടീസും അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതേസമയം ഇന്ന് അജ്മലിനെയും അതുപോലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ഡോക്ടർ ശ്രീകുട്ടിയെയും, ഈ രണ്ടുപേരെയും ഇന്ന് കസ്റ്റഡിയിൽ കിട്ടാനുള്ള അപേക്ഷ ഇന്ന് കോടതിയിൽ പോലീസ് സമർപ്പിക്കും. ജനീഷ്. ശരി, രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മൈനാഗപ്പള്ളി അപകടത്തിൽ കാറിന്റെ ഇൻഷുറൻസിന് ആ സമയത്ത് അപകടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഓൺലൈനായി ഇൻഷുറൻസ് അടച്ചു എന്നുള്ള വിശദാംശങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.